Planetary boundaries are being breached, risking humans being replaced by nature. മനുഷ്യന്റെ ധാർഷ്ട്യം ഭൂമിയിലെ ജീവന്റെ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്ന ഗ്രഹങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നു. സുരക്ഷിതത്വത്തിന്റെ പല അതിരുകളും ഇതിനകം ലംഘിച്ച അപകടകരമായ നിലയിലാണ്. ഈ അതിരുകൾ പുനഃസ്ഥാപിക്കാൻ മനുഷ്യൻ ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രകൃതി കൂടുതൽ യോഗ്യരായ ജീവികളെ ഉപയോഗിച്ച് മനുഷ്യരെ പുനഃസ്ഥാപിച്ചേക്കാം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഭൗമ അതിരുകൾ, അതായത് പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ട്. പ്രകൃതിയിൽ അതിൻ്റെതായിട്ടുള്ള പല ഓട്ടോ റെഗുലേഷൻ, ഹോമിയോസ്റ്റാസിസ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവന് അനുകൂലമായിട്ടുള്ള പരിസ്ഥിതികൾ, ആ മണ്ഡലം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് പല വിധത്തിലുള്ള സൈക്കിൾസ് പ്രകൃതിയിലുണ്ട്. ജലചക്രമുണ്ട്, കാർബണിൻ്റെ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഉപയോഗത്തിലിരിക്കുന്ന എല്ലാ എലിമെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ആണെങ്കിലും കോമ്പൗണ്ട്സ് ആണെങ്കിലും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് എല്ലാത്തിനും ചാക്രികതയിലൂടെയാണ് ഈ ഭൂമി അതിൻ്റെ സ്ഥിരത നിലനിർത്തുന്നത്. ആ സ്ഥിരത നിലനിർത്തുന്നത് നമ്മളിപ്പോൾ സമ്പന്നത എന്ന് പറയുന്നതിൻ്റെ ബേസിസ് ഇത് തന്നെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സൈക്ലിക്കായിട്ടുള്ള ആ മൂവ്മെന്റ് നടന്നില്ലെന്നുണ്ടെങ്കിൽ ആ സമ്പന്നതയിൽ ഭംഗം വരും. അപ്പൊ അങ്ങനെ മനുഷ്യനുണ്ടാക്കിയതാണ് ഇന്നത്തെ പോവർട്ടി എന്ന് പറയുന്നത്. ഈ ക്ഷാമം ഉണ്ടാക്കിയതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പൊ ഇത് പ്രകൃതിയിൽ അതിൻ്റെതായിട്ടുള്ള ആ സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് സംഭവിക്കില്ല. അപ്പൊ ഈ സൈക്കിളുകൾ, ഈ സ്ഥിരതയെ നിലനിർത്തുന്ന ഈ ഹോമിയോസ്റ്റാസിസ് മെക്കാനിസത്തെ കണ്ടിന്യൂസ് ആയിട്ട് മനുഷ്യൻ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നം അവൻ്റെതായിട്ടുള്ള വ്യാവസായിക ഇടപെടൽ, അങ്ങനെയുള്ള പല ഇതുമായിട്ട് ഈ ഫോറസ്റ്റ് വനങ്ങളെ നശീകരണം, അങ്ങനെ തുടങ്ങി പല സംഗതികൾ കൊണ്ട് അത് അതിൻ്റെ ആ ബാലൻസ് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് വളരെയധികം ഉണ്ട്. ഈ നമ്മുടെ ഭൂമിയിലെ ഈ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ളതും പല രീതിയിലും പലരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2009 സ്റ്റോക്ക്ഹോം റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. അവിടെ ഒരു ജോഹാൻ റോക്സ്ട്രോം ആണ് ഈ ഒരു ഐഡിയ വെച്ചത്. കാരണം ഈ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴാണ് ഇത് പോകുന്നുള്ളതിന്റെ ഒരു വാർണിംഗ് സിസ്റ്റം വേണ്ടിയിട്ട്, അതിന്റെ ഒരു ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ട് ആണ് 9 മെയിനായിട്ടുള്ള ഗ്രൂപ്പുകൾ ആയിട്ട് തിരിച്ചതിന്. 9 ഗ്രൂപ്പുകൾ ഇപ്പം അവര് 2023 കണക്കനുസരിച്ചിട്ട് ഈ 9 6 ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞു. അതിൽ പലതും അപകട നില തരണം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൻ്റെയാണ് നമ്മളിപ്പോൾ പല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആണ്, രണ്ടാമത് ബയോഡൈവേഴ്സിറ്റിയുടെ ലോസ് ആണ്, മൂന്നാമത് ബയോകെമിക്കൽ സൈക്കിൾസ്, അത് ഒറ്റ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ് ബയോകെമിക്കൽസിനെ എല്ലാത്തിനും കൂടെ ചേർത്ത്. പിന്നെ ഓഷൻ ആസിഡിഫിക്കേഷൻ, പിന്നെ എർത്ത് സിസ്റ്റംസ്, ലാൻഡ് യൂസിന്റെ സിസ്റ്റംസ്, ഫ്രഷ് വാട്ടറിന്റെ, എയറോസോൾ, ഓസോൺ, ടോക്സിക് കെമിക്കൽസ്, ഇത്രയും വന്നു കഴിയുമ്പോഴത്തേക്ക് 9 ഈ ഓഷൻ ആസിഡിഫിക്കേഷൻ, എയറോസോൾ ആൻഡ് ഓസോൺ, ഈ 3 ഒഴിച്ച് ബാക്കി എല്ലാം ഡേഞ്ചറസ് ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വളരെ ഡേഞ്ചറസ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒന്നാമത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ നോക്കാം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അതിന്റെ ഒരു പാരാമീറ്റർ വെച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത 350 പാർട്സ് പെർ മില്യണിൽ കൂടരുതെന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ അടുത്തത് റേഡിയേറ്റീവ് ഫോഴ്സിങ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ റേഡിയേറ്റീവ് ഫോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലോട്ട്, ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് വരുന്ന ഊർജവും അവിടുന്ന് പുറത്തു പോകുന്ന ഊർജത്തിന്റെയും ആ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഊർജം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് വളരെയധികം പ്രഭാവങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് മലകൾ ഉരുകുന്നു, അങ്ങനെയുള്ള പലതും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെവൽ അവർ വെച്ചിട്ടുണ്ട്. റേഡിയേറ്റീവ് ഫോഴ്സിങ്ങിന് അതിന്റെ ഒരു കണക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. അതും ലംഘിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. നിലവിലെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞ 350 ppm അതിന്റെ ലിമിറ്റ് പറഞ്ഞതിൽ ഇപ്പൊ 400 ppm മേളിലാണ്.
അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എല്ലാത്തിന്റെയും ഈ റേഡിയേറ്റീവ് ഫോഴ്സിങ്ങിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ, മീഥൈന്റെ, മോയ്സ്ചറിന്റെ ഈ 3 അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞു, അതിന്റെ ലെവല് കൂടിക്കഴിഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥ ായിട്ടുള്ള തീവ്രമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചേക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നു, ഈ പല സിസ്റ്റത്തിന്, ആവാസ വ്യവസ്ഥയ്ക്ക് പലതിനും തടസ്സം വരുന്നു. ഈ ജലചക്രത്തിൽ നിന്നുള്ള നീരാവിയുടെ അളവ് കൂടുന്നുണ്ട്, അന്തരീക്ഷത്തിൽ കൂടുന്നുണ്ടാണ്. ഈ നീരാവി കൂടുമ്പം അതിന്റെ ഇത് ക്ലൗഡ് ഫോർമേഷനും റെയിൻ ഫോർമേഷനും ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് വളരെ തീവ്രമായിട്ട് വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുന്നത്. ക്ലൗഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സ്പേസിൽ തന്നെ, ഒരു പ്രദേശത്ത് തന്നെ ഒന്നിച്ച് വെള്ളം വീഴുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പ്രളയം വലിയ രൂക്ഷമായിട്ട് ചില പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഴുന്നു. അത് മലയ്ക്കിടയിൽ വീണ് കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് പോകുന്ന ഭൂമിക്ക് ഉള്ളിലോട്ട് പോകുന്ന വെള്ളത്തിന്റെ അളവ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലെ വെള്ളം കൂടുന്നതിന്റെ പ്രഷർ കൂടുന്നതിനാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഇടിയും മിന്നലും ഉണ്ടാകുന്നുണ്ട്, ഫാസ്റ്റ് ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്. ഒക്കെ ഈ പല നഗരങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇന്ത്യ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഫാസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ മഴ പെയ്യുമ്പോഴത്തേക്ക് മൊത്തം സിറ്റി വെള്ളത്തിൽ അടിയിലാകുന്ന ഒരു ഇത് കാണുന്നു. ഇതെല്ലാം ഈ ക്ലൈമാറ്റിക് എക്സ്ട്രീംസിലോട്ട് പോകുന്ന അതിൻ്റെതാണ്. അതിലെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശത്ത് കണ്ട കള്ളക്കടൽ, അതായത് ഫോൾ സീ എന്ന് പറയുന്നത്. അത് സമുദ്രത്തിലെ ചൂട് കൂടുന്നതനുസരിച്ച് അതിന്റെ മേളിലുള്ള ആ വേവ്സ് വളരെ രൂക്ഷമാകുന്നതിന്റെ പ്രഭാവമാണ് ഇത് വന്നിട്ട് കരയിൽ വന്ന് അടിച്ചു കയറി പോകുന്നത്. അത് ഓരോ ഏരിയയിലും അത് പ്രത്യേകിച്ച് അതിന്റെ ഇതനുസരിച്ച് എവിടെ കൂടുതൽ അഫക്ട് ചെയ്തു ആ കൂടുതൽ ഉള്ളിടം വന്ന് ഇത് കടൽ കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ഈ മഞ്ഞുരുകിയാൽ, ചൂട് കൂടി മഞ്ഞ് മലകൾ ഉരുകിക്കഴിഞ്ഞാൽ ഏകദേശം 1 മീറ്റർ കടൽ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ഈ തീരപ്രദേശത്തിലെ നഗരങ്ങളെല്ലാം വെള്ളത്തിന്റെ അടിയിലാകുന്ന പറഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളും കടലിന് അടുത്ത് തന്നെ, തീരത്തിനടുത്ത് തന്നെ നിൽക്കുന്നത്. ആ നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ പോകുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇത് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ലെവൽ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഏത് സമയവും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് ആണ് ജൈവ വൈവിധ്യ നഷ്ടം. ബയോഡൈവേഴ്സിറ്റിയെ പറ്റി നമ്മൾ പല പ്രാവശ്യം പറയുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുടെ ആ റിച്ച്നെസ്സിന്, നിലനിൽപ്പിന് ആധാരം ജൈവ വൈവിധ്യമാണ്. അപ്പൊ ഈ ഭൂമിയുടെ ആ ഒരു സിസ്റ്റത്തിലെ, പ്രകൃതിയിലെ ആ റെസിലിയൻസിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കുറെ സ്പീഷീസിൽ, അതായത് ഇതെല്ലാം ഓരോ ധർമ്മം പൂരണം നടത്തുന്നതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ധർമ്മപൂരണത്തിൽ പങ്കുണ്ട്. അപ്പൊ അതില് ഏതെങ്കിലും ഒന്നിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അതിന്റെ പോപ്പുലേഷൻ കുറയോ അത് ഇല്ലാതാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ പ്രകൃതിക്ക് അതിന് ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ഉണ്ട്. അത് ഈ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് എല്ലാം ഈ ജൈവ വൈവിധ്യത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യാനേ പോയില്ല, ആവശ്യമില്ലാത്തതെല്ലാം വെട്ടിക്കളയുന്ന ഒരു ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു തോത് അവര് ഫ്രെയിംവർക്കിൽ അവർ തോത് പറഞ്ഞേക്കുന്നത് 1 ദശലക്ഷം സ്പീഷീസിൽ നിന്ന് 10 സ്പീഷീസിൽ കൂടുതൽ ലോസ് വന്നുകൊണ്ടിരുന്നാൽ, ഒരു വർഷത്തെ വന്നുകൊണ്ടിരുന്നാൽ അത് ഇതിന്റെ ലംഘനമായി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അത് 1000 to 10,000 സ്പീഷീസ് പെർ ഇയർ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ. അപ്പൊ അത് വളരെയധികം മേളിൽ പോയി. അപ്പൊ അത് ഈ ആവാസ വ്യവസ്ഥയിലെ ഭയങ്കര സാരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ എന്തെങ്കിലും ഒരു പാരിസ്ഥിതിക മാറ്റങ്ങളോടും അനുരൂപപ്പെടാനുള്ള ഒരു ശേഷി കുറഞ്ഞ് ആ ആവാസ വ്യവസ്ഥയുടെ ഒരു തകർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തതാണ് ബയോ ജിയോ കെമിക്കൽ ഫ്ലോകൾ. അതായത് നമ്മൾ ഒത്തിരി സൈക്കിൾസ് നമ്മൾ പറയുന്നുണ്ട്. നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫറസ്, ഇതിന്റെ എല്ലാത്തിൻ്റെയും, കാർബണിന്റെ എല്ലാത്തിനും കൂടാതെ ഈ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് പറയുന്നത് കൂടുതലും ന്യൂട്രിയൻസിനുള്ള ഇതാണ്. നൈട്രജന്, ഫോസ്ഫറസ്, സൾഫർ അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഈ നൈട്രജന്റെ ഇത് വരുന്ന ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞൊരു ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കുറയുന്നതനുസരിച്ചിട്ട് ഈ ബാക്ടീരിയകൾ അതിനെ നൈട്രജൻ ഉപയോഗിച്ചിട്ട്
അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നൈട്രജൻ കൂടുതലായിട്ട് അതിലോട്ട് അബ്സോർവ് ചെയ്യുന്നു. അപ്പൊ ആ സൈക്കിളിൽ നിന്ന് നൈട്രജന്റെ അളവ് കുറയുന്നു. അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ അതിന്റെ ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതും കൂടുതൽ ഈ ഇറോഷൻ കാരണം നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചതാണ്. കൂടുതൽ നമ്മുടെ ഓർഗാനിക് കണ്ടന്റ് നമ്മൾ കൂടുതൽ മലകൾ വെട്ടി നിരത്തി കൃഷിച്ച് പ്രതലമായിട്ട് സമപ്രദമായി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലെ ഓർഗാനിക് കണ്ടന്റും കൂടെ കുറഞ്ഞു കഴിയുമ്പോൾ മണ്ണിലോട്ട് അബ്സോർവ് ചെയ്യുന്ന വെള്ളത്തിന്റെ ഇത് അളവ് കുറഞ്ഞിട്ട് മേളിൽ കൂടെ അത് ഒഴുകിപ്പോകാൻ എന്നുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഇറോഷൻ, സോയിൽ ഇറോഷൻ, ഈ സോയിൽ ഇറോഷനാണ് ഈ ഫോസ്ഫറസിന്റെ മെയിൻ ആയിട്ടുള്ള കുറവിന് കാരണം. അത് നമ്മൾ നിർത്തിയില്ല. ഈ ഇറോഷനും അതുപോലെ തന്നെ സർഫസ് ലീച്ചിങ് എന്ന് പറഞ്ഞൊരു വേറൊരു ഇതുണ്ട്. ഇത് രണ്ടുമാണ് ഈ ഫോസ്ഫറസിന്റെ ശോഷണത്തിന് കാരണം. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം അപ്പം അതിന്റെ ലെവല് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു യൂട്രോഫിക്കേഷൻ, പല കുളങ്ങൾ, പല ജലാശയങ്ങളൊക്കെ കണ്ടു കാണും, പച്ച നിറത്തിലുള്ള ആൽഗ വന്നങ്ങ് നിറയുന്നു. അത് ഈ യൂട്രോഫിക്കേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഈ രണ്ട് പോഷകങ്ങളുടെ കുറവ് വരുമ്പോഴത്തേക്കാണ് അതിൽ ബാലൻസ് തെറ്റുമ്പോഴാണ് യൂട്രോഫിക്കേഷൻ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഹാംഫുൾ ആൽഗെ വന്നു കഴിഞ്ഞാൽ അത് ആ ജലാശയം ഡെഡ് സോണായിട്ട് മാറും. ഫിഷൊക്കെ, മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. അങ്ങനെയുള്ള പല പ്രതിഭാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ എല്ലാം ഇപ്പൊ കാരണം പറയുന്നത് ഈ ഒരു രണ്ട് ഫോസ്ഫറസിന്റെ നൈട്രജന്റെ കുറവ് കാരണമാണ്. അതിന്റെ ലെവല് ലംഘിച്ച് നമ്മൾ ലെവല് ലംഘിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുപോലുള്ള പ്രഭാവങ്ങൾ കാണുന്നതെന്നുള്ളത്. പിന്നെ അടുത്ത നാലാമതായിട്ട് പറയുന്ന ഓഷൻ അസിഡിഫിക്കേഷൻ. ഓഷൻ അസിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സമുദ്രജലത്തിലുള്ള ആസിഡിന്റെ അളവ് കൂടുന്നതാണ്. അപ്പൊ അതിന് കാരണം പറയുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അധികമായിട്ട് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ കാർബൺ ഏറ്റവും വലിയൊരു സിങ്കാണ് ഓഷൻ, കാർബണിന്റെ. അപ്പൊ അത് ഒരു വിധത്തിൽ നന്നായിരുന്നു. പക്ഷെ അതിന്റെ പരിണിത ഫലമായിട്ടാണ് ആ ഓഷനിലുള്ള അസിഡിറ്റി കൂടുന്നത്. കാർബൺ ഗ്യാസ് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ കാർബോണിക് ആസിഡായിട്ട് വെള്ളത്തിൽ രൂപപ്പെടുന്നു. ആ അസിഡിറ്റി കൂടി കഴിയുമ്പോഴത്തേക്ക് അതിലെ ജീവജാലങ്ങളെ, അതായത് ഏറ്റവും ഇതായിട്ട് മേളിലുള്ള സൂ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അവിടെയാണ് സസ്യങ്ങളും ചെറിയ ചെറിയ ജീവജാലങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു അതാണ് ഏറ്റവും കൂടുതൽ ഈ സമുദ്രത്തിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഒരു മേഖല. ആ സൂ പ്ലാങ്ക്ടനാണ് സമുദ്രത്തിലെ എല്ലാ സമ്പത്തുകളെയും, ബാക്കിയുള്ള ഫുഡ് വെബിന്റെ കംപ്ലീറ്റ് സിസ്റ്റത്തെയും സ്റ്റാർട്ടിങ് തന്നെ ഈ സൂ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന് നാശം വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിലെ എല്ലാ സംഗതികൾക്കും ഒരേ ചെയിൻ റിയാക്ഷൻ ആണ്. പിന്നെ അതിനനുസരിച്ചിട്ട് അപ്പൊ ഇത് പറയുന്ന അതിന്റെ സാച്ചുറേഷൻ ലെവൽ 80% താഴെയാക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് അതിന്റെ ലെവൽ 80% തൊട്ടടുത്ത് വന്ന് നിൽക്കുക, അത് ക്രോസ് ചെയ്തിട്ടില്ല. എന്നാലും ഇത് ഇനി കൂടിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പറ്റി കോറൽ റീഫിന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാണ്. ഇത് ഈ അസിഡിഫിക്കേഷൻ കൂടാതെ തന്നെ ഒത്തിരി മലിനജലം, ടോക്സിക് വാട്ടേഴ്സ്, വ്യവസായ മാലിന്യങ്ങൾ കൊണ്ട് പോകുന്നതിന്റെ കൊണ്ടാണ് പവിഴപ്പുറ്റുകളുടെ ഇത് കണ്ടത്. അപ്പൊ ഇതുപോലെ ഈ ഫുഡ് വെബിന്റെ നഷ്ടം ഉണ്ടാകും, ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം ഉണ്ടാകും. ഇതെല്ലാം ഈ ഓഷൻ ആസിഡിഫിക്കേഷനിലേക്ക് ഉണ്ടാകുന്നതാണ്. പിന്നാണ് ഭൂമി എർത്ത് സിസ്റ്റത്തിന്റെ ചേഞ്ചസ്. എർത്ത് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഭൂമിയില് അതിന്റെ ഒരു കാൽക്കുലേഷൻ അവരുടെ ഒരു ഫ്രെയിം വർക്കിൽ പറയുന്നത് 50% കൂടുതൽ ടോട്ടൽ ഗ്ലോബൽ ഏരിയയിലുള്ള പ്രതലങ്ങളുടെ 15% കൂടുതൽ നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ആ ഫോറസ്റ്റുകൾ അവിടെ നിന്നേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാലൻസ് തെറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനേക്കാൾ ഒത്തിരി കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞു. ഈ അഗ്രികൾച്ചറൽ യൂസിന് വേണ്ടിയിട്ട് എത്രയോ ഏരിയ നമ്മൾ വെട്ടി നിരത്തി, മലകളെയും വെട്ടി നിരത്തി, കാടുകളെയും വെട്ടി നിരത്തി വെറും ഇതാക്കി പ്രതലങ്ങളാക്കി മാറ്റി, പ്ലെയിൻസ് ആയിട്ട് മാറ്റിയിട്ട് അതിൽ മോഡേൺ അഗ്രികൾച്ചർ രീതിയിൽ കെമിക്കലും ഇതുമെല്ലാം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്തെ ഓർഗാനിക് കണ്ടന്റ് നശിപ്പിച്ച് അതിനെ ബാരൻ ലാൻഡാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് മൊത്തം ആ എർത്ത് സിസ്റ്റത്തിന്റെ ആ ബാലൻസ് അത് തെറ്റിക്കുകയാണ്. അത് തെറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഈ ആവാസ വ്യവസ്ഥ പലയിടത്തും നഷ്ടപ്പെടുന്നു. ഈ ജലത്തിന്റെ ചക്രം, കാർബൺ സീക്വസ്ട്രേഷൻ,
അങ്ങനെ ജൈവവൈവിധ്യം കുറവിൽ ഇതെല്ലാം അതിന്റെ പരിണത ഫലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പലതും നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ വളരെയധികം പറയാനുണ്ട്. പക്ഷെ അതിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത് ഒത്തിരി ഇതുള്ളതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ ഉപയോഗം. ഈ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ജലാശയങ്ങളെല്ലാം ശുദ്ധജലമായിരുന്നു. നമ്മൾ അത് കുളത്തിലാണേലും കായലിലാണേലും ആറ്റിലാണേലും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. ഇന്നിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടു പെരിയാറിലെ മലിനീകരണം, ആ മത്സ്യം മുഴുവനും ചത്തുപോയി എന്ന് പറയുന്ന പോലെ നമ്മുടെ ആ ശുദ്ധജലത്തിന്റെ ആ സോഴ്സസ് അതിനെല്ലാം തന്നെ നമ്മൾ മലിനീകരിച്ചു. രണ്ടാമത് വെള്ളം ഭൂമിക്ക് അടിയിലോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൊത്തം അഗ്രികൾച്ചർ പ്രാക്ടീസസിൽ അത് മുഴുവനും മേളിൽ കൂടി ഒഴുകി പോവാണ്. വെള്ളത്തെ അടിയിലോട്ട് പോകാനുള്ള ഭൂഗർഭ ജലത്തിന്റെ സ്രോതസ്സുകളെ നമ്മൾ അത് റീപ്ലേസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. അതിനെ ശോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുക. എല്ലാ സിറ്റീസിലും അത് ഡേഞ്ചറസ് ലെവലിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ. പക്ഷെ അതിൽ ചിലയിടത്തൊക്കെ ഇപ്പൊ ചെന്നൈ ഒരു വലിയ എക്സാമ്പിളാണ്. ചെന്നൈയില് അത് കമ്പൽസറി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനും വാട്ടർ ഹാർവെസ്റ്റിംഗ് കമ്പൽസറി ആയി കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് അതിന്റെ വാട്ടർ ലെവല് അവർ റീജനറേറ്റ് ചെയ്തു. ഇപ്പൊ പഴയ ലെവലിൽ ഇപ്പൊ പലയിടത്തും ആ പഴയ ലെവലിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെള്ളത്തിന് അങ്ങനെ ഒരു ക്ഷാമം ഇപ്പൊ അത്രയില്ല. അപ്പൊ എന്നാലും ഈ പറയുന്ന ഇത് പല കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയൽ യൂസസിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ളതില്ല. കാരണം അത് ഭൂഗർഭ ജലമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വാട്ടർ ബോഡീസ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ ബോഡീസിനെ നമ്മൾ പൊള്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂഗർഭ ജലം റീപ്ലേസ് ചെയ്യാനുള്ള ആ ഒരു ശരിക്കുള്ള കൺസെപ്റ്റഡ് എഫർട്ട് നടക്കുന്നില്ല. ഈ 2 കാരണം കൊണ്ട് ശുദ്ധജലത്തിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇപ്പം അതിന് വേറൊരു പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ പൊളിറ്റിക്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പം വെള്ളത്തിന് വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നത്. ഏഴാമത്തേതാണ് അന്തരീക്ഷ എയറോസോൾ ലോഡിംഗ് എന്ന് പറയുന്നത്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. നമ്മൾ എപ്പോഴും ഈ പൊല്യൂഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് എപ്പോഴും PM ലെവൽ എന്ന് പറയും. PM ലെവല് 100-ന് താഴെയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ. ആക്ച്വലി എക്സാക്ട്ലി ഇത് പറയുന്നത് തന്നെ 50-ക്ക് താഴെയുള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഇത്. ഈ PM എന്ന് പറയുന്ന പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, അതായത് സസ്പെൻഡഡ് പാർട്ടിക്കിൾ എയറിലുള്ളത്. അപ്പൊ അതിന് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒറിജിനൽ കാരണം എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് എറപ്ഷൻ അതുപോലൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു വലിയൊരു ഭാഗമാണ് അതിന്റെ ഡസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ. അതുപോലെ തന്നെ ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കത്തിക്കുന്നത്, ആ കത്തിക്കുന്നതിന്റെ ആ കാർബൺ പാർട്ടിക്കിളായിട്ട് എയറിൽ തങ്ങി നിൽക്കുന്നു. അതാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കൂടുതൽ പൊല്യൂഷന് കാരണമായിട്ട് വരുന്ന വിന്റർ വരുന്ന അത് ഒന്നുകൂടെ അടിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ലെവലും കൂടും. ഇപ്പൊ ഈ 100-ന് മേളിലോട്ട് അൺഹെൽത്തി എന്നാണ് പറയുന്നതെങ്കിൽ ഡൽഹിയിൽ അത് ഒരു നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം അതിന്റെ മേളിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ 300-ന് മേളിൽ കഴിയുമ്പോഴത്തേക്ക് ഡേഞ്ചറസ് ആയി. വിന്ററിലെ ഇവിടുത്തെ ലെവല് 500 വരെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരെ പോയി നിന്ന് ആലോചിക്കാം. അപ്പൊ ഈ PM ലെവലിനെ പറ്റി വളരെ ബോധേഡാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നും നടക്കുന്നില്ല. കാരണം ഒത്തിരി സംഗതികൾ ഇപ്പൊ അതിന് പകരമായിട്ടാണ് ഈ ഹാർവെസ്റ്റ് ബേൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബയോചാർ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വന്നിട്ടുണ്ട്. ആ ബയോചാറിൽ അതിനെ ഓക്സിജൻ ഇല്ലാതെ അതിനെ കത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ കാർബൺ അതിൻ്റെ അകത്ത് തന്നെ നിൽക്കും. തിരിച്ച് നമുക്കത് ഓർഗാനിക് മാറ്ററായിട്ട് വളത്തിന് കൂടെ അത് ഉപയോഗിക്കാം എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പം ഒക്കെ പലയിടത്തുനിന്നും അതിന്റെ ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പച്ച പിടിച്ച് വന്നു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് വരും എന്നേ ഉള്ളൂ. കാരണം ഇത് ഒത്തിരി നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല രീതിയിലും ഫോറസ്റ്റ് ഫയർ, ഇതിന്റെ കൂടെ തന്നെ ഫോറസ്റ്റ് ഫയർ ഉണ്ട്. പല ഈ സമുദ്രത്തിൽ നിന്നുള്ള തിരകൾ കൂടുന്നതനുസരിച്ചിട്ട് തിരകളിൽ നിന്ന് അത് അടിച്ച് വരുന്ന എയറിൽ അതിൽ ഇതിന്റെ സാൾട്ടിന്റെ പാർട്ടിക്കിൾ കാണുമെന്നാണ് പറയുന്നത്. അതും ഈ പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പല ലെവലിൽ ഓൾറെഡി ഉണ്ട്. അതിനെ നമ്മൾ വളരെ ഇതായിട്ട് ഇൻക്രീസ് ചെയ്ത്
ലെവൽ ഒത്തിരി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മനുഷ്യന് മൊത്തത്തില് ശ്വാസകോശം ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ശ്വാസകോശമായിട്ടുള്ള രോഗങ്ങളാണ്. ആസ്മ കൂടും, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് കൂടും. പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്ന് പറയുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും ഈ ആഗോള താപനത്തിന് ഒരു കാരണമാണ്. അത് കൂടിക്കഴിഞ്ഞാൽ അതിനെ ഈ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ റേഡിയേറ്റീവ് ഫോഴ്സിങ് എന്ന് പറയുന്ന റേഡിയേറ്റീവ് ഫോഴ്സിങ്ങിൽ ഈ ഇതെല്ലാം ആ താപത്തെ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വന്ന താപത്തെ നമ്മൾ റേഡിയേറ്റ് ചെയ്ത് പുറത്ത് പോകുന്നതിന് പകരം അതിൻ്റെ അകത്ത് തന്നെ തങ്ങി നിൽക്കുന്നു. അത് ഈ ഇത് കൂടാനുള്ള കാരണം. അപ്പൊ അടുത്തത് നമ്മൾ സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ശോഷണം എന്നാണ്. അപ്പൊ ഈ ഓസോൺ ലെവൽ നമ്മൾ പണ്ട് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഓസോൺ ലെവലാണ് നമ്മുടെ റേഡിയേഷന് ഈ പല വിധത്തിലുള്ള റേഡിയേഷൻസ്, ഹാനികരമായിട്ടുള്ള റേഡിയേഷൻസ് ഒത്തിരി സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. അതിനെയൊക്കെ നമ്മളെ തടഞ്ഞു നിർത്തി നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു ജൈവതയെ നിലനിർത്താൻ പറ്റുന്ന ഒരു റെലം ഉണ്ടാക്കുന്നതിന് വലിയൊരു ഓസോൺ പാളികൾ നമ്മൾ പണ്ട് പോലെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതില് കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറവ് സംഭവിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ഇൻഡസ്ട്രീസ് ആണ്. ക്ലോറോ കാർബൺ, CFC എന്ന് പറയുന്ന കെമിക്കൽസ്, ഈ റെഫ്രിജറൻസ്, അങ്ങനെ എയർ കണ്ടീഷണേഴ്സ്, ഇതിനെല്ലാം പോകുന്ന ഗ്യാസുകൾ, അതിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന ഗ്യാസുകളെല്ലാം ഇതിനെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓസോൺ ലെയറിനെ. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ കുറയുന്നതനുസരിച്ചിട്ട് അതിന്റെ ഒരു ബഫർ സിസ്റ്റമാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് ഇവിടെ കുറയുന്ന ഓസോണിന്റെ കുറച്ച് വിഘടിച്ചിട്ട്, ഓസോൺ എന്ന് പറയുമ്പോൾ O3 ആണ്, ഇത് O2 ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓക്സിജനെ റീപ്ലേസ് ചെയ്യുന്ന അതൊരു സിസ്റ്റമാണത്. നമ്മുടെ ഹോമിയോസ്റ്റാസിന്റെ ഒരു ഭാഗമാണത്. പക്ഷെ അവിടെ അപ്പൊ ഓക്സിജൻ കുറയുന്നതനുസരിച്ച് അതും ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. പിന്നെ ഈ കെമിക്കലായിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കെമിക്കലായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റോക്കറ്റ്, ഏവിയേഷനിൽ പലതും കോൺകോർഡ് പോലുള്ളത്, ഈ വാർ പ്ലെയിൻസ്, വാർ ജെറ്റുകൾ, അതൊക്കെ ഒരു പ്രത്യേകം കെമിക്കൽ വിടുന്നുണ്ട്. അതൊക്കെ ഓസോൺ ലെയറിനെ ബാധിക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതും വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നമ്മൾ സ്കിൻ ക്യാൻസർ, പിന്നെ അതുപോലെ തന്നെ ഗ്ലൂക്കോമ പോലുള്ള പലതിനും അത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പല ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിനും പല പ്ലാന്റ്സിനും അതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അടുത്ത 9ാമത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് ടോക്സിക് കെമിക്കൽസ് ആണ്, രാസമലിനീകരണം. അപ്പൊ ഇതിന് കറക്റ്റായിട്ടൊരു ലിമിറ്റ് കണക്കാക്കിയിട്ടില്ല. കാരണം ഇത് ഒരു വലിയൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അങ്ങനെയുള്ള മൊത്തത്തിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒത്തിരി പൊള്യൂട്ടൻസ് നമ്മളെ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ആർസനിക്, ലെഡ്, കാഡ്മിയം, മെർക്കുറി, അങ്ങനെ പറയുന്ന കുറെ ഈ കനത്ത ലോഹങ്ങൾ പറയുന്നത് അത് വളരെ ഇതായിട്ട് നമുക്ക് ബാധിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് നാച്ചുറലായിട്ട് ഭൂമിയിൽ എക്സ്പോസ്ഡ് ആയിരുന്നില്ല. ഇത് മനുഷ്യന്റെ വ്യാവസായിക ഇടപെടലുകളിലൂടെയാണ് ഈ കെമിക്കൽസ് എല്ലാം പുറത്ത് വന്നത്. ഇതുപോലെ ഇങ്ങനെ ഈ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് വരാനുള്ള കാരണം. അല്ലെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലെ കോമ്പൗണ്ടായിട്ട് ഇരുന്നതാണ്. ഇത് മനുഷ്യൻ ഖനനം ചെയ്ത് പുറത്തെടുത്ത് മനുഷ്യന് തന്നെ വിനയാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് അല്ലാതെ നോർമലായിട്ടുള്ള ഒരു പ്രകൃതിയിൽ ഈ പറയുന്ന കെമിക്കൽ എലിമെന്റ്സ് ഒന്നും ഫ്രീ അല്ലായിരുന്നു. അത് കോമ്പൗണ്ടായിട്ട് നിന്ന് ഇനർട്ടായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മൾ കയറി അതിനെ ഇടപെട്ട് ഓരോന്നുണ്ടാക്കിയിട്ട് അതിനെ മലിനീകരണത്തിന് ഇടയാക്കിയതാണ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക്, മൈക്രോ ഫൈബർ എന്ന് പറയുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും കൂടുതൽ പ്ലാസ്റ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ ആ ഫ്ലോ സൈക്കിളിനെയാണ് അത് ബ്ലോക്ക് ചെയ്തത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായത്. പക്ഷെ മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞാൽ അത് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത്, ഇപ്പം പ്ലാസ്റ്റിക്കിന് പകരം മൈക്രോ ഫൈബർ സഞ്ചികളാണ് കൊടുക്കുന്നത്. അതിന്റെ ഇതുവരെ ആരും അസസ് ചെയ്ത് ശരിക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒത്തിരി പഠനങ്ങൾ വരുന്നുണ്ട്. മൈക്രോ ഫൈബർ ഈവൻ നമ്മുടെ ബ്ലഡിൽ വരെ കയറി എയറിൽ വന്ന് ശ്വാസകോശത്തിൽ കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഈ നമ്മുടെ സ്പേംസിൽ ആരോ ഒരു പഠനത്തിൽ സ്പേമിന്റെ അകത്ത് വരെ മൈക്രോ ഫൈബർ ഉണ്ടായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്.
എന്ന് പറഞ്ഞ പോലെ അത് മൊത്തത്തിൽ അതിന്റെ സൈസ് അത്രയും ഇതായതുകൊണ്ട് നമ്മുടെ സെൽ മെംബ്രെയിനിൽ ഒന്നും അവിടെ ഫിൽട്ടർ ചെയ്യുന്ന കാരണം നാച്ചുറൽ മെക്കാനിസത്തിന് അതീതമായിട്ടുള്ള പല സംഗതികളും മനുഷ്യരുണ്ടാക്കിയിട്ടുണ്ട്. ആ സംഗതികളെ നമ്മുടെ നാച്ചുറൽ മെക്കാനിസത്തിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി വന്ന് ഇനി എന്തൊക്കെ ആകും എന്നുള്ള ഒരു പിടിയില്ല. പലയിടത്തും പലരും വാണിംഗ് തരുന്നുണ്ട്. കാരണം അതൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ 9 ഇതില് 6 മനുഷ്യൻ ലംഘിച്ചു കഴിഞ്ഞു. അടുത്ത 3 ജസ്റ്റ് ബോർഡർ ലൈനിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ അതിനെ ശരിക്കുള്ള ഒരു കൺസെർട്ടഡ് എഫർട്ട് എടുത്ത് ഇതിനെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതി അവസാനം ഇതിന് കാരണക്കാരായ മനുഷ്യനെ തന്നെ അങ്ങ് റിജക്ട് ചെയ്യും. കാരണം അതല്ല ഇപ്പൊ സംഭവിക്കുന്നത്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും, മറ്റു ഇഷ്യൂസ്, നിലനിൽപ്പിനുള്ള ഇഷ്യൂസ് എല്ലാം വരും. ഒന്ന് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന് ഒരു വിധത്തിൽ വംശനാശം സംഭവിക്കുന്ന നെക്സ്റ്റ് സ്പീഷീസ് ആയിട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് പ്രകൃതി അവിടെ നിൽക്കില്ല. പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള ബോധമുണ്ട്. അതിന് പകരത്തിന് വേറെ ഏതെങ്കിലും അവതാരങ്ങളെ കൊണ്ടുവന്നിട്ട് മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഇതായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പലതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല സംഗതികളും ഇതിനെ നമ്മൾ നിയന്ത്രിക്കാനുള്ള പല ഇടപെടലുകളും നടക്കുന്നുണ്ട്. എന്നാലും എവിടെയെല്ലാം ഈ വ്യാവസായിക, അതായത് ആ ഗ്രീഡ് ഇടപെടുന്നുണ്ട്. കാർബൺ സീക്വസ്ട്രേഷന്റെ കാര്യത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാർബൺ റിമൂവലിന് നമ്മുടെ പെർമാകൾച്ചർ എന്ന് പറയുന്നതാണ്. അതിനാണ്. പക്ഷെ പെർമാകൾച്ചറിനെ അതിനെ അവർ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പലതും നോർമലായിട്ടുള്ള അഗ്രികൾച്ചറിനെ ഇലക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഇവർക്ക് ഇതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു ഇത് കാണുന്നില്ല. അപ്പൊ അതിന് പകരം അവരിപ്പോ പറയുന്നത് ഇൻഡസ്ട്രിയൽ കാർബൺ സീക്വസ്ട്രേഷൻ ആണ്. അത് $multi-million ബിസിനസ്, ഏറ്റവും വലിയ ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞാൽ കേട്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ എയർ വലിച്ച് എടുത്ത് എയറിൽ നിന്നുള്ള കാർബൺ ഫിൽട്ടർ ചെയ്ത് അതിനെ ലിക്വിഫൈ ചെയ്ത് ഭൂഗർഭത്തിലെ പാറക്കടിയിലും സമുദ്രത്തിന്റെ അടിയിലും കൊണ്ട് പോക്കറ്റുകളായിട്ട് സൂക്ഷിച്ച് റിമൂവ് ചെയ്യാൻ, സർക്കുലേഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് ആലോചിച്ചാൽ അതിൻ്റെ അകത്ത് എന്തുമാത്രം പൈസ അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടി വരും, എന്തുമാത്രം എനർജി ഉപയോഗിക്കേണ്ടി വരും. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ മതി. ഇവരെല്ലാത്തിനും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം അവരെങ്ങനെ എൻകാഷ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ആ കംപ്ലീറ്റ് ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സംശയമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അല്ലാത്ത രീതിയിൽ വളരെ ഇതായിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു രീതിയിൽ ഉള്ള മനുഷ്യന്റെ ആ ഒരു ഗ്രീഡ് പല വിധത്തിലും വിനാശകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നമ്മൾ പലതിനെ നമ്മൾ നേരെ ആക്കാനുള്ള പല സംഗതികളെയും അവിടെ വെച്ച് തടസ്സപ്പെടുത്തുകയും ശരിക്കുള്ള വഴി സ്വീകരിക്കാനാകാതെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ ഈ 9 അതിരുകളിൽ 6 ഓൾറെഡി കവിഞ്ഞു കഴിഞ്ഞു. ബാക്കി 3 അതിന്റെ ലിമിറ്റിന്റെ ടോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് പറഞ്ഞു വന്നതിന്റെ സാരം. താങ്ക് യു.